കുടിയേറ്റ മണ്ണായ ഉപ്പുതറയിൽ ക്രമസമാധാനം കാക്കുന്ന നിയമപാലകർക്ക് വിശ്രമിക്കാൻ തകർച്ചയിലായ ക്വാർട്ടേഴ്സ്. ഓടുമേഞ്ഞ ക്വാർട്ടേഴ്സ് ഇപ്പോൾ തോട്ടം ലയങ്ങൾക്ക് സമാനം. ജീവൻ പണയം വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വിശ്രമിക്കുന്നത്. 13 വർഷം മുമ്പ് പുതിയ ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് എടുത്തുവെങ്കിലും ഇന്നും ഫയലിൽ സുഖനിദ്രയിലാണ്. കുടിയേറ്റ മണ്ണായ ഉപ്പുതറയിൽ നിയമപാലകർക്ക് ആകെയുള്ളത് ചോരുന്ന പോലീസ് സ്റ്റേഷനും ഏതു സമയവും തകർന്നു വീഴാറായ വിശ്രമ കേന്ദ്രവുമാണ്. നിയമപാലകർക്ക് താമസിക്കാൻ മറ്റ് സ്ഥലങ്ങളിൽ ആധുനിക വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ ഉപ്പുതറയിൽ തകർന്നു വീഴാറായ ക്വാർട്ടേഴ്സ് ആണ് ഉള്ളത്. ഒരു നാടിനെ രാവും പകലും സംരക്ഷിക്കേണ്ട പോലീസുകാർക്ക് അമിത ജോലി കഴിഞ്ഞ് ഒന്ന് തല ചായ്ക്കണമെങ്കിൽ ജീവൻ പണയം വെക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. ഓടുമേഞ്ഞ നീണ്ട വലിയ ക്വാർട്ടേഴ്സ് കണ്ടാൽ ആരും കുറ്റം പറയില്ല. അകത്ത് കയറിയാൽ ഓട് തലയിൽ വീഴാതെ നോക്കണം. മഴ പെയ്താൽ നനയാതിരിക്കാൻ പലതവണ പടുത ഇട്ടതാണ്. എന്നാൽ പടുതയെല്ലാം കാറ്റടിച്ച് കീറിപ്പോവും. അവസാനം ഇട്ട പടുതയും ഇപ്പോൾ നശിച്ചു. ക്വാർട്ടേഴ്സിന്റെ ദുരവസ്ഥ കാരണം ഇവിടേക്ക് ജോലിക്ക് വരുന്നവർ എത്രയും വേഗം ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന അവസ്ഥയുമുണ്ട്. ക്വാർട്ടേഴ്സ് കണ്ടാൽ തോട്ടം ലയങ്ങൾക്ക് തുല്യമായി മാറിയിരിക്കുകയാണ്. വനിതാ ഉദ്യോഗസ്ഥരടക്കം 50 ഉദ്യോഗസ്ഥരുടെ ദുരവസ്ഥയാണിത്. ഏതാണ്ട് 60-70 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ കെട്ടിടം ഓടുമേഞ്ഞതും എപ്പോഴും ഏതു സമയത്തും മഴ പെയ്താലെ ചോർന്നൊലിക്കുന്നതുമായ സാഹചര്യമാണ്. അതുപോലെ തന്നെ ഭിത്തിയാണേലും പഴയ കാലത്തെ കാട്ടുകല്ലുകൾ പെറുക്കി വെച്ച് നിർമ്മിച്ച ഭിത്തിയാണ്. ഈ ഭിത്തിക്കടവഴി ഇഴജന്തുക്കൾ അടക്കമുള്ള ജീവന് ഭീഷണിയായിട്ടുള്ള അപകട സാധ്യത മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്നതും തകർന്നു വീഴുന്ന മേൽക്കൂരയുള്ളതുമായ ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ഈ 50ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ ജോലിക്ക് ശേഷം സമാധാനപരമായിട്ട് 1 മണിക്കൂർ പോലും ഒന്ന് വിശ്രമിക്കുവാനോ കിടന്നുറങ്ങുവാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഈ ക്വാർട്ടേഴ്സിനുള്ളത്. അതുകൊണ്ട് ഈ ക്വാർട്ടേഴ്സും അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കേണ്ട ആവശ്യത്തിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ അടിയന്തരമായി പതിയണമെന്ന് സൂചിപ്പിച്ചു. കാര്യം ഇങ്ങനെയൊക്കെയാണേലും ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. 13 വർഷം മുമ്പ് ക്വാർട്ടേഴ്സ് പണിയാൻ എസ്റ്റിമേറ്റ് എടുത്തു. ഉടനെ ക്വാർട്ടേഴ്സ് പണിയുമെന്ന് പോലീസുകാരും പ്രതീക്ഷിച്ചു. എന്നാൽ എസ്റ്റിമേറ്റ് കഴിഞ്ഞ 13 വർഷമായി ആഭ്യന്തര വകുപ്പിന്റെ ഫയലിൽ സുഖനിദ്രയിലാണ്. ഭരണ അനുകൂലികളായവർ പോലും ഇവിടെ ജോലി ചെയ്തിരുന്നു. പോലീസുകാരെ നയിക്കാനല്ലാതെ തങ്ങളുടെ സഹപ്രവർത്തകരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇവരും നടപടി സ്വീകരിച്ചില്ല. സാംസ്കാരിക കേരളത്തിന് പോലും നാണക്കേടാണ് ഈ ക്വാർട്ടേഴ്സ്. പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള ക്വാർട്ടേഴ്സ് ഒരു ദുരന്ത ഗോപുരമായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ സർക്കാരെങ്കിലും ഉപ്പുതറ പോലീസുകാർക്ക് ഒരു ക്വാർട്ടേഴ്സ് പണിത് നൽകുമോ എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.